കേരളത്തെ നടുക്കിയ രണ്ട് സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ശരണ്യ എന്ന് പറയുന്നൊരു പെൺകുട്ടി കാട്ടിൽ 4 ദിവസം ഒറ്റപ്പെട്ടു കുടുങ്ങിപ്പോയി. പിന്നെ ഭാഗ്യത്തിന് അവർ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അവർക്ക് യാതൊന്നും പറ്റിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ശ്രീനന്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, 14 വയസ്സുള്ള ഒരു പെൺകുട്ടി, ചിക്കമംഗളൂരിൽ 40 പേരടങ്ങിയ സംഘത്തിൽ നിന്ന് നഷ്ടപ്പെടുകയും പിന്നീട് അറിയുന്നത് അവർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് വേറെ ദുരൂഹതകളൊന്നുമില്ല, ബലാത്സംഗമൊന്നും നടന്നിട്ടില്ല. അതേ സമയത്ത് എല്ലുകളെല്ലാം പൊടിഞ്ഞു പോയിട്ടുണ്ട്. താഴേക്ക് 1500 അടി താഴേക്ക് വീണ് പൊടിഞ്ഞു പോയിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിലെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്നാണ് നമ്മൾ കേരളം മുഴുവൻ കാത്തിരിക്കുന്ന കാര്യം. അങ്ങേക്ക് എന്താണ് അങ്ങയുടെ നിരീക്ഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് രണ്ടാമത്തെ മലയാളി വിനോദസഞ്ചാരിയാണ് കർണാടകത്തിലെ കാടുകളിൽ അപകടത്തിൽപ്പെടുന്ന. ആദ്യത്തെ വ്യക്തിയായ ടൂറിസ്റ്റായ ശരണ്യ, അവർ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആളാണ്. അവർ മല കയറാനും അതുപോലെ തന്നെ കാടുകളിൽ ഉള്ളിൽ കയറി സഞ്ചരിക്കാനുമൊക്കെ പരിചയസമ്പന്നയായ വ്യക്തിയാണ്. 4 ദിവസം അവരുമായിട്ടുള്ള ബന്ധം, എനിക്ക് തോന്നുന്നു 3 4 ദിവസം അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് തിരികെ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ആരോഗ്യത്തോടുകൂടി യാതൊരുവിധ പരിക്കുകളും ഏൽക്കാതെ അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സന്തോഷകരമായ വസ്തുതയാണ്. അതിനുശേഷമാണ് 15 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഈ പെൺകുട്ടി 40 അംഗ സംഘത്തോടൊപ്പം ബാബ ബുന്ദഗിരി എന്ന ഒരു മലയിൽ, ഈ മല കാണാനെത്തിയത് അവിടെ ഒരു മുസ്ലിം സൂഫിയാണ് ബാബ ബുന്ദഗിരി. അദ്ദേഹം ആണ് കർണാടകത്തിൽ കാപ്പിക്കുരു യമനിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ നട്ട കാപ്പി കൃഷി പ്രോത്സാഹിപ്പിച്ച്, ചിക്കമംഗളൂർ കാപ്പിക്ക് വളരെ പ്രശസ്തമാണ്, കാപ്പി കൃഷിക്ക് അവിടെ പ്രചരിപ്പിച്ചതെന്ന് പറയുന്നത്. അവിടെ തന്നെയാണ് ദത്താത്രേയ ഭഗവാന്റെ ഗുഹ ഉള്ളത്. ഈ മലനിരകളിൽ പലപ്പോഴും ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെ ഒരു പശ്ചാത്തലം അതിനുണ്ട്. ആ സംഘർഷങ്ങളും അക്രമവും ഒക്കെ ഉണ്ടായിട്ട് വലിയ പോലീസ് സന്നാഹത്തോടെ ദിവസങ്ങൾ അവിടെ ഒരുമാതിരി 144 അല്ല, കർഫ്യൂ പോലത്തെ സ്ഥിതി വരുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലങ്ങൾക്കിടയിൽ. അപ്പോൾ അവിടെയാണ് ഈ അപകടം സംഭവിച്ചത്. അപ്പൊ ഞാനൊരു പശ്ചാത്തലം പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഇനി നമുക്ക് അതിന്റെ വസ്തുതകളിലേക്ക് പരിശോധിക്കാം. അങ്ങ് പറയുന്നത് പോലെ 40 അംഗ സംഘത്തോടൊപ്പം ഈ മലനിരകളിൽ എത്തിയ കുട്ടി, ഞാൻ ഇന്നലെ മാധ്യമങ്ങളിൽ വായിച്ചത്, ഏതാണ്ട് 5:20 വരെ കുട്ടിയെ വളരെ കൃത്യമായിട്ട്, വൈകിട്ട് ഒരു 4 ദിവസം മുമ്പ് 5:20 വരെ കുട്ടിയെ വ്യക്തമായിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആ സമയത്തെടുത്ത ഫോട്ടോഗ്രാഫിൽ കുട്ടിയുണ്ട്. 5:35 ആകുമ്പോഴത്തേക്കും കുട്ടി അപ്രത്യക്ഷമായി. ഏതാണ്ട് 15 മിനിറ്റിനുള്ളിൽ, കുട്ടിയെ അവസാനം കണ്ടിട്ട് 15 മിനിറ്റിനുള്ളിൽ കുട്ടി അപ്രത്യക്ഷമാകും. ഈ അപ്രത്യക്ഷമായതിനു ശേഷം ഈ കുട്ടിയുടെ ഫോട്ടോ ഇല്ല, പക്ഷെ അവർ ബസ്സിൽ കയറി. ഈ വിനോദസഞ്ചാരികൾ 40 പേര് വന്ന ഈ ബസ് ഈ പ്രദേശത്തു നിന്ന് പുറപ്പെട്ട് പാർക്കിംഗ് ലോട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് കുട്ടിയില്ല എന്നുള്ളത് തിരിച്ചറിയും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് വീണ്ടും ഒരു 10 മിനിറ്റെങ്കിലും എടുത്തിട്ടുണ്ടാകും. കുട്ടി ഇല്ല എന്നുള്ളത് ഫോട്ടോയിലാണ്, 5:35 ഫോട്ടോയിലാണ് കുട്ടി ഇല്ലാത്തത്. പക്ഷെ അപ്പോൾ ഒരുപക്ഷെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ഫോട്ടോ എടുത്തെങ്കിലും. കാരണം ഈ 40 പേരുള്ളപ്പം ഓരോ വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യാറില്ല. ഒരു കൂട്ടത്തിന്റെ ഫോട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. തിരിച്ച് പാർക്കിംഗ് ലോട്ടിൽ ചെല്ലുമ്പോഴാണ് എല്ലാവരുടെയും എണ്ണം എടുക്കുന്നത്. അപ്പോൾ കുട്ടിയില്ല. അപ്പം ഇനി ആണ് സംഭവം നമുക്ക് പിറകോട്ട് പോകേണ്ടത്. എല്ലാ അന്വേഷണങ്ങളിലും അവസാനത്തെ പോയിന്റിൽ നിന്ന് പിറകോട്ടാണല്ലോ സഞ്ചരിക്കുന്നത്. പിറകോട്ട് സഞ്ചരിക്കുമ്പം ഏറ്റവും ഒടുവിൽ ഈ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നത് മറ്റ് 2 കുട്ടികളാണ്. അവർ ഐസ്ക്രീം വാങ്ങാൻ പോകുമ്പോൾ കുട്ടി കാട്ടിലേക്ക് പോയി എന്നാണ് അവർ കൊടുത്ത മൊഴി എന്നാണ് മാധ്യമങ്ങളിൽ ഞാൻ കണ്ടത്. അപ്പോൾ പോലീസിന്റെ ഇതിനിടയ്ക്ക് പിന്നെ കുടുംബാംഗങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കുടുംബാംഗങ്ങളോട് സംസാരിച്ചിട്ട് മാധ്യമങ്ങൾ ചില റിപ്പോർട്ടുകൾ ചെയ്തിരുന്നു. അതിൽ കുടുംബാംഗങ്ങൾ പ്രകടിപ്പിച്ച ഒരു സംശയം, ഈ പോലീസ് അന്വേഷണത്തിന് വന്നു, ഇതിൽ ഏതാണ്ട് 15ഓളം ആൾക്കാർ പോലീസിനെ സഹായിക്കാൻ അവിടെ നിന്നിട്ട് ബാക്കിയുള്ളവർ തിരിച്ചു പോകുന്നത്. ഈ പോലീസ് അന്വേഷണത്തിന് വന്നപ്പോൾ ഒരു പോലീസ് നായ തൊട്ടടുത്തുള്ള ഒരു പെട്ടിക്കടയിലേക്ക്, ഒരു ചെറിയൊരു മേക്ക് ഷിഫ്റ്റ് ആയിട്ടുള്ള ഒരു കടയിലേക്ക് അവിടെ ചെന്നു. പക്ഷെ എന്തുകൊണ്ട് പോലീസ് കടക്കാരനെ ചോദ്യം ചെയ്തില്ല? കുടുംബാംഗങ്ങൾ കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ, കുടുംബാംഗങ്ങളുടെ സംശയം, ഈ കുട്ടിയെ
ഈ 15 മിനിറ്റിനുള്ളിൽ ആരോ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു. അത് അവർ കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ പിന്നീട് കുട്ടിയുടെ ശരീരം കണ്ടെത്തിയപ്പോൾ അത് ഇവർ നിന്നിരുന്ന മലയുടെ എതിർഭാഗത്ത് നിന്നുമാണ് ലഭിച്ചത്. മാത്രമല്ല വീട്ടുകാർ പറയുന്നുണ്ട്, ഈ ഇപ്പോൾ കണ്ടെത്തിയ ഭാഗം പലതവണ ചെക്ക് ചെയ്താണ്. അന്നേരമൊന്നും ഈ ശവം അവിടെ ഇല്ലായിരുന്നു. ഒരുപക്ഷെ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയതായിരിക്കാം. കാരണം കർണാടകവും കേരളവും ഒക്കെ ഇടതൂർന്ന വനങ്ങളാണ്. എവിടെയെങ്കിലും മൃതശരീരം തങ്ങിയിരിക്കുന്നതായിരിക്കാം. മൃതശരീരം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തങ്ങിയിരുന്ന ഭാഗത്ത് നിന്ന് താഴേക്ക് വീണതായിരിക്കാം. അപ്പോഴായിരിക്കാം ഇപ്പം ദൃഷ്ടിയിൽപ്പെട്ടത്. അങ്ങനെ സംഭവിക്കാം. അതല്ലെങ്കിൽ മറ്റൊരു സംശയം, നമ്മൾ വീട്ടുകാരുന്നയിച്ച ആരോപണം വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുട്ടി യഥാർത്ഥത്തിൽ ആരോ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് തന്നെയാണ്. കാരണം കുട്ടിയുടെ മൃതശരീരത്തിന് 4 ദിവസമായി കാണാതായെങ്കിലും അത്ര തന്നെ പഴക്കമില്ല എന്ന് പറയും. അപ്പോ കൊലപാതകമാണ് എന്ന് ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടിലെ സുഹൃത്തുക്കളും ഒക്കെ സംശയിക്കുന്നതിന്റെ കാരണം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ന്യായമായിട്ട് ഒരു അന്വേഷണം നടക്കുമ്പോൾ, അങ്ങേക്കറിയാമല്ലോ, ഒരു പോലീസ് ഒരു ക്രൈമിലേക്ക് അന്വേഷണം നടക്കുമ്പോൾ പോലീസ് ആദ്യമായിട്ട് നോക്കുന്ന മോട്ടീവാണ്. എന്തിന് ഈ കുട്ടിയെ ഒരാൾ തട്ടിക്കൊണ്ട് പോകണം? ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ നോക്കുമ്പോൾ 2 കാരണങ്ങളാണ്. ഒന്ന്, അതിനെ സെക്ഷലി മൊളസ്റ്റ് ചെയ്യുക, ലൈംഗിക ചൂഷണം. 2, ആ കുട്ടിയുടെ കൈവശം ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ തട്ടിയെടുക്കുക. സാധാരണഗതിയിലുള്ള 2 കാരണങ്ങളാണ്. ഇതാണ് 2 മോട്ടീവായിട്ട് സാധാരണ നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. ഈ 2 മോട്ടീവ് ആണെങ്കിൽ ആ പ്രദേശത്ത് അലഞ്ഞുതിരിയുന്ന ക്രിമിനൽ വാസനയുള്ളവർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൽ ഒരു മോട്ടീവ് ഇപ്പം നമുക്ക് തള്ളിക്കളയാം. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ കുട്ടിയെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചിട്ടില്ല. അപ്പം പിന്നെ അവശേഷിക്കുന്ന ഒരേ ഒരു മോട്ടീവാണ്. ആ മോട്ടീവ് എന്ന് പറയുന്നത് കുട്ടിയുടെ ആഭരണങ്ങളോ വിലപിടിപ്പുള്ള വസ്തുക്കളോ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ മാധ്യമങ്ങളിൽ വായിച്ചിട്ടില്ല. അങ്ങനെ ആ വിശദാംശങ്ങൾ വരുമ്പോൾ നമുക്കറിയാം എന്താണ്. ഇനിയും കുട്ടിയുടെ കൈവശം ശരീരത്തിൽ നിരവധി ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്വർണത്തിന്റെ വില വെച്ച് നോക്കുമ്പോൾ ഒരു 5 പവനുണ്ടെങ്കിൽ എത്ര വലിയ തുകയായിരിക്കാം. അതിനൊരു കൊലപാതകത്തിൻ്റെ ഒരു സാധ്യതയുണ്ട്. ഇനി മറ്റൊരു സംശയം, ഈ 2 കാരണമല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് മൂന്നാമതൊരു കാരണമുണ്ട്. അത് കുട്ടിയുടെ കുടുംബത്തോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ, അത്ര ശക്തമായ വിരോധമുണ്ടെങ്കിൽ, ആ കുടുംബത്തിനെതിരെ അവിടെ ആരെങ്കിലും കൊലപാതകം നടത്തണം, അവർക്കെതിരെ വലിയൊരു ദ്രോഹപ്രവൃത്തി ചെയ്യണം എന്നുള്ള താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ അവർക്ക് ആ ഒരു താല്പര്യത്തിൻ്റെ പേരിൽ കുട്ടിയെ കൊല ചെയ്യാം. അങ്ങനെയെങ്കിൽ എൻ്റെ സംശയം, ഞാൻ ഈ മൂന്നാമത് പറഞ്ഞതാണ് കാരണമെങ്കിൽ, കുട്ടിയെ കൊല ചെയ്തത് കുട്ടിയുടെ കുടുംബത്തെ അറിയാവുന്ന ഒരുപക്ഷെ ഞാനിത് പറയുന്നത് എല്ലാ കാരണങ്ങളും ഞാൻ വിശകലനം ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരുപക്ഷെ കൂടെ വന്ന ആരെങ്കിലും തന്നെയാണ്, അവർക്കറിയാമെങ്കിലോ അവർക്ക് ഏതെങ്കിലും രീതിയിൽ പങ്കുണ്ടെങ്കിലോ തദ്ദേശീയരെ മാത്രം ചോദ്യം ചെയ്യാതെ സംശയത്തിന്റെ മുൾമുന ഒരുപക്ഷെ ചിലപ്പോൾ കൂടെ വന്നവരിലെ ആരെങ്കിലും ഈ ഒരു കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ? കാരണം ഒരു വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പ്രവൃത്തിയാണെങ്കിൽ എന്തെങ്കിലും കാരണം മതി. അത് നമുക്കറിയാൻ വയ്യ. കുടുംബത്തിൽ ഓരോ കുടുംബങ്ങൾക്കും പലരുമായിട്ടും വിരോധമുണ്ട്, കുടുംബങ്ങൾക്കുള്ളിൽ പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ആ വഴിക്ക് അന്വേഷണം നീങ്ങേണ്ടതല്ലേ? ഒരു പ്രത്യേക ദിശയിൽ മാത്രം അന്വേഷണം പോയാൽ, ഇപ്പൊ അതിന് ഒന്നുകിൽ ഞാൻ പറഞ്ഞ 2ാമത്തെ കാരണം വേണം, കുട്ടിക്ക് ധാരാളം ആഭരണങ്ങൾ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം. ലൈംഗിക കുറ്റകൃത്യം നടന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് മോട്ടീവ് അതല്ല എന്നുള്ളത് വ്യക്തമാവും. ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ പോസ്റ്റ്മോർട്ടം നടന്നപ്പോൾ ശവം ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒടിവും മുറിവുകളുമാണോ ശവത്തിലുള്ളത്? വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു കുടുംബത്തിന് റീപോസ്റ്റ്മോർട്ടം ആവശ്യപ്പെടാൻ ചോദിച്ചാട്ടെ. അവിടെ ഒരു ദുരൂഹതയുണ്ട്. അവർ പറയുന്നത് നേരത്തെ ഞങ്ങൾ അന്വേഷിച്ച് പോയ സ്ഥലത്താണ് ഇപ്പോൾ ബോഡി കണ്ടെത്തിയത്, ഞങ്ങൾ ആദ്യം പോയപ്പോൾ കണ്ടിരുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട്.
അതായത് കുടുംബാംഗങ്ങൾ നേരത്തെ അന്വേഷണം നടത്തിയ സ്ഥലത്ത് അല്ല ഈ ബോഡി അവിടെ നേരത്തെ അന്വേഷിച്ചിരുന്നു, അവിടെ അന്ന് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ഞാൻ ഒരു എൻ്റെ സംസാരത്തിന്റെ ആദ്യ ഭാഗത്ത് അത് ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു. ഞാൻ അതൊന്നുകൂടെ വിശദമാക്കാം. അതായത് ഇനിയും നമ്മളിപ്പം പോലീസിന്റെ വെർഷൻ വിശ്വസിക്കുക, കുട്ടി ശരിക്കും മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീണത് തന്നെ. മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീണിട്ട് കുട്ടി ബോധരഹിതയായിട്ട് ശരീരം എവിടെയെങ്കിലും തങ്ങിയിരിക്കുകയായിരുന്നിരിക്കണം ഒരു പക്ഷേ. കാരണം ഇടതൂർന്ന മരങ്ങളും വള്ളികളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണല്ലോ. അത് മാത്രമല്ല, കല്ലുകൾ കാണും, പാറയിടുക്കുകൾ കാണും. ഇവിടെ എവിടെയെങ്കിലും ഈ ശരീരം തങ്ങിയിരിക്കുന്നതായിരിക്കണം. അത് കുറച്ചു കഴിഞ്ഞിട്ട് മരിച്ച് പിന്നീട് ശരീരത്തിന്റെ രൂപം, പിന്നെ അതുപോലെ ശരീരത്തിന്റെ ആ ഒരു ബലവും ഒക്കെ നഷ്ടപ്പെട്ടപ്പോൾ ആ ഭാഗത്ത്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു വള്ളിയിൽ തങ്ങി നിന്നാൽ അത് വർഷങ്ങളോളം അവിടെ ഇരിക്കുന്നത്, കുറെ കഴിയുമ്പോൾ നല്ലൊരു കാറ്റടിച്ചാൽ അവിടുന്ന് താഴെ വീഴും. അങ്ങനെ വീണതാണെങ്കിലോ അതിനൊരു സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും സംശയിക്കുന്ന അതായത് മറ്റെവിടെയോ വെച്ച് കുട്ടിയെ കൊല ചെയ്തിട്ട് ശരീരം ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചതാവാം. അതിനൊരു ന്യായമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, കുട്ടി മലയുടെ മുകളിൽ നിന്ന് വീണതാണെങ്കിൽ മലയുടെ ഇവര് ഈ വിനോദയാത്രാ സംഘം നിന്നിരുന്ന അതേ ഭാഗത്ത് താഴെയായിരിക്കും വീണിരിക്കുന്നത്. ഇത് വേറൊരു സൈഡ്, മലയുടെ മറ്റൊരു ഭാഗത്താണ് കുട്ടിയുടെ ശരീരം കിട്ടിയിരിക്കുന്നത്. അവിടെ വരെ കുട്ടി എങ്ങനെ പോയി? അതാണ് ഇതിന്റെ ദുരൂഹത. അതെ, അവിടം വരെ കുട്ടി എങ്ങനെ പോയി? അത്ര ദൂരം പോകാൻ സാധാരണഗതിയിൽ ഈ മല കയറുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇറങ്ങുന്നത്. നമ്മൾ ചെറിയ ഇറക്കം പോലും മലകളിൽ പോയിട്ട് ഇറങ്ങിയിട്ടുള്ള ആൾക്കാർക്കറിയാം, കയറിപ്പോകാൻ കുറച്ചുകൂടെ പിന്നെ എളുപ്പമാണ്. ഇറങ്ങുക എന്നത് അതീവ ദുഷ്കരമാണ്. കാരണം കാല് തെന്നി പലപ്പോഴും പോകും. അപ്പോ കുട്ടി അവിടെ ഇത്ര ദൂരം എത്താനുള്ള ഒരു സാധ്യതയുമില്ല. കുട്ടി ഇവിടെ തന്നെ, ഇവർ നിന്ന ഭാഗത്ത് തന്നെ താഴോട്ട് വീഴുകയായിരിക്കണം. കുട്ടി സ്വാഭാവിക അപകടമരണമാണെങ്കിൽ. അവർ നിന്ന ഉയരത്തിലാണ് അവർ നിന്നിരുന്നത്. ആ ഉയരത്തിൽ നിന്ന് നേരെ താഴോട്ടായിരിക്കണം പോകുന്നത്. അതേ ഭാഗത്ത് തന്നെ അവിടുന്ന് നേരെ താഴെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരല്പം മാറി. ഇതൊരു മലയുടെ മറുവശത്തേക്ക് പോയി എന്നാണ് മാധ്യമ വാർത്തകൾ പറയുന്നത്. നമ്മൾ സംഭവ സ്ഥലം കണ്ടിട്ടില്ല. പക്ഷേ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കൊലപാതകമാണ് എന്നുള്ള ഒരു സാധ്യത കൂടുതലാണ്. പക്ഷെ ആര് കൊല ചെയ്തു? ഇതാണ് എൻ്റെ ഒരു ചോദ്യം. ഇതില് പ്രാദേശികമായിട്ടുള്ള കുറ്റവാളികൾ കൊല ചെയ്താൽ അതിനൊരു മോട്ടീവ് വേണം. എന്തായിരിക്കും അങ്ങയുടെ ഒരു ചിന്തയില്? അവർക്ക് ഈ പറഞ്ഞ അല്ലാതെ മറ്റെന്തെങ്കിലും, ഞാൻ 3 കാരണങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഈ 3 കാരണങ്ങൾ തന്നെയാണ് താങ്കൾ പറഞ്ഞത് കറക്റ്റായിട്ട് വരുന്നത്. ഒന്ന്, കുട്ടിയെ റേപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം, ലൈംഗികമായി ഉപയോഗിക്കുക എന്നുള്ള കാര്യത്തിന് കൊണ്ടുപോയിരിക്കാം. രണ്ടാമത് മോഷണം എന്നുള്ളതായിരിക്കാം. മൂന്നാമത് ഈ കുടുംബത്തിൽ എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവും, വിദ്വേഷം തീർക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. അത് ഏറ്റവും മൂന്നാമതായിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ നമുക്ക്. അതുമാകാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം, ഈ കുട്ടി വീണത് ഇവർ നിന്ന സ്ഥലത്തല്ല, മറുഭാഗത്ത് എന്ന് പറയുമ്പോൾ അത് ഇതിൻ്റെ കൂടെയുള്ള ആൾക്കാരാവാൻ സാധ്യത കുറവായിരിക്കാനാണ് സാധ്യത. കാരണം അവരെല്ലാവരും അവിടെ ഉണ്ട് ആ സമയത്ത്. അപ്പോൾ മറുഭാഗത്ത് വരെ കൊണ്ടുപോയിട്ടുണ്ട്, ശ്രദ്ധിക്കപ്പെടും. ഇവരെ കൊണ്ടുപോകുന്നതൊക്കെ കൂട്ടത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കും. അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ടൊന്നും സംസാരത്തിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇതിൽ കൊലപാതകം ആവാൻ സാധ്യതയുണ്ട്, കാരണം മറുഭാഗത്ത് കൊണ്ടുപോയതുകൊണ്ട്. അതേസമയത്ത് ഇവരെല്ലാവരും ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു സമയത്താണല്ലോ കുട്ടീനെ കാണാതെ, 15 മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് കുട്ടീനെ കാണാതെ ആവുന്നത്. ഒരു പെട്ടിക്കടേൻ്റെ അടുത്തേറ്റം പോകുന്നു എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് ഈ കുട്ടിയെ കാണാതെ ആവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ദുരൂഹത എന്താണെന്ന് നമുക്കൊരു കൃത്യമായിട്ട് ഒന്നിനെയും 100% പറയാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങളിൽ. പിന്നെ ഇതിൽ മറ്റൊരു വസ്തു എനിക്ക് തോന്നുന്നത്, അവസാനമായിട്ട് 2 കുട്ടികളാണ് അവസാനമായിട്ട് കാണാതെ പോയ കുട്ടിയെ ആയിട്ട് സംഭാഷണം നടത്തി. എന്തായിരുന്നു ഇവര് ഐസ്ക്രീം വാങ്ങാൻ പോകുമ്പോൾ അവരോടൊപ്പം പോകാതെ ഈ മലകളിലേക്ക് കാട്ടിനുള്ളിലേക്ക് ഈ കുട്ടി കയറിപ്പോയതിന്റെ കാരണം എന്തായിരുന്നു? അതൊരുപക്ഷെ ഈ 2 കുട്ടികൾക്ക് എന്തെങ്കിലും സൂചന ഉണ്ടായിരിക്കാം. കാരണം സാധാരണഗതിയിൽ 3 കുട്ടികൾ നിൽക്കുന്നു ഐസ്ക്രീം വാങ്ങാനായിട്ട്. പിന്നെ ഒരാൾ പോകുമ്പോൾ, 2 പേര് പോകുമ്പോൾ
മറ്റേ ആളും അവരോടൊപ്പം പോകേണ്ടതാണ്. കാരണം ഈ കുട്ടികളുടെ ഐസ്ക്രീം ഇഷ്ടപ്പെടുന്ന ഒരു പ്രായമാണ്. അവിടെ ഐസ്ക്രീം വേണ്ടെന്ന് വെച്ച് കാടിനുള്ളിലേക്ക് ഒരാൾ പോകണമെങ്കിൽ ഒന്നുകിൽ എന്തെങ്കിലും കാഴ്ചകൾ അവിടെ കണ്ടിരിക്കാം, കാഴ്ച കാണാൻ വേണ്ടിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യം ഉണ്ടായിരിക്കാം. ആ താല്പര്യം അല്ലെങ്കിൽ കാഴ്ച അവസാനമായിട്ട് ഈ കാണാതെ പോയ കുട്ടി അവിടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികളോട് സംസാരിച്ച ആ വാക്കുകളിൽ ഒരുപക്ഷെ ഈ കുട്ടിയുടെ അപ്രത്യക്ഷമാകുന്നതിന് എന്തോ സൂചനകൾ ഉണ്ടാകും. പിന്നെ എനിക്ക് തോന്നുന്ന മറ്റൊരു സംശയം, ആരുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു 15 വയസ്സായ കുട്ടി കയറി പോകണമെങ്കിൽ ആ കുട്ടിയുടെ എന്തോ ഒരുപക്ഷെ ആ കുട്ടിക്ക് എന്തെങ്കിലും വിഷമമുള്ളതായിരിക്കണം, അതല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും പൊതു ആൾക്കാരുടെ ആയിട്ട് മാറി നിൽക്കാനുള്ള എന്തെങ്കിലും ഒരു ടെൻഡൻസി ഉണ്ടാവണം, അതല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ചകൾ കാണാനായിരിക്കണം. എന്തിന് കുട്ടി ആ ഒരു ഗ്രൂപ്പിൽ നിന്നും വേറിട്ട് മറ്റിടത്തേക്ക്, അതും വിജനമായ സ്ഥലത്തേക്ക്? കാടെന്ന് പറയുന്നത് മൃഗങ്ങളുള്ളതാണ്, കുട്ടികൾക്കൊക്കെ മൃഗങ്ങളെ ഉൾപ്പെടെ പേടിയുണ്ട്. ആ പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് ആ കുട്ടി വനത്തിലേക്ക് കയറി പോയതായിട്ട് ഐസ്ക്രീം വാങ്ങിക്കാൻ പോയ കുട്ടികൾ പറഞ്ഞതായിട്ടാണ് മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത്. അത് ശരിയാണെങ്കിൽ ആ കുട്ടിയുടെ ആ സമയത്തെ മാനസികാവസ്ഥ അവസാനമായി തൻ്റെ സുഹൃത്തുക്കളായ മറ്റ് ഐസ്ക്രീം വാങ്ങാൻ പോയ കുട്ടികളുമായി സംസാരിച്ചപ്പോൾ അത് വെളിപ്പെടുത്തിയിട്ടുണ്ടാവും. എന്തായിരിക്കണം ആ സംഭാഷണം? അതിനെ അടിസ്ഥാനപ്പെടുത്തി പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. ഇവിടെ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ദൗർഭാഗ്യവശാൽ എന്തായാലും ഇതിൽ വലിയ ദുരൂഹതയുണ്ട്. നമ്മൾ ആയിരിക്കണം എന്നില്ല ഇതിൻ്റെ യഥാർത്ഥ വസ്തുത, വേറെന്തോ ആയിരിക്കാം. ഈ 3-4 കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. താങ്കൾ പറയുന്ന പോലെ കുട്ടിക്ക് ചിലപ്പോൾ മാനസിക അസ്വസ്ഥത ഉണ്ടായിരിക്കാം എന്നുകൂടി വളരെ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് ഈ ഭാഗത്ത്. കാരണം അങ്ങനെയുള്ള ദുരൂഹ സാഹചര്യങ്ങളാണ് നമ്മളെ മുന്നിൽ കാണുന്നത്. കാരണം മറുഭാഗത്ത് പോയി വീണില്ലായിരുന്നെങ്കിൽ, ഈ ഭാഗത്താണ് വീണിരുന്നെങ്കിൽ അങ്ങനെ ദുരൂഹത വരുന്നുണ്ടായിരുന്നില്ല. സ്വാഭാവിക അപകടമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അതേ ഭാഗത്ത് തന്നെ താഴേക്കാണ് കുട്ടിയെ കണ്ടെത്തിയിരുന്നതെങ്കിൽ. അതുപോലെ തന്നെ ഈ കുട്ടി ഒറ്റപ്പെടുമ്പോൾ സാധാരണ കുട്ടികൾ വിളിക്കുകയോ മറ്റേതെങ്കിലും രീതിയിൽ ബഹളം വെക്കുകയോ ഒക്കെ ചെയ്യാം. ഇതൊന്നും ആരും കേട്ടില്ല എന്നുള്ളത്, പക്ഷെ അതൊരു വലിയ അസംഭവ്യമെന്ന് പറയുന്നില്ല. പലപ്പോഴും ഒരു ക്രൗഡിന് കണ്ണും ചെവിയൊന്നുമില്ല. ക്രൗഡിൽ വെച്ച് പലതും നടക്കും. ക്രൗഡിൽ വെച്ച് കൊലപാതകം നടക്കും. ക്രൗഡിൽ വെച്ച് പലപ്പോഴും ആക്രമണങ്ങൾ നടക്കും. കാരണം ഒരു ക്രൗഡ് പല രീതിയിലായിരിക്കും ഒരു ക്രൗഡിന്റെ ഫോക്കസ്. എന്തായാലും ശരി, അതൊരു വലിയ ദുരൂഹമായ ഒരു സംഭവമായിട്ട് നമ്മുടെ മുന്നിൽ അവശേഷിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ എല്ലാ വശങ്ങളും പരിശോധിച്ച് പോലീസ് യുക്തമായിട്ടും അതുപോലെ ഇതിലെ സത്യം പുറത്തു കൊണ്ടുവരാൻ വ്യക്തവും കൃത്യവുമായ ഒരു അന്വേഷണം പോലീസ് നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനപ്പുറത്തോട്ട് തൽക്കാലം നമുക്കൊന്നും പറയാനില്ല. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് നമുക്ക് ഈ വിഷയം കൂടുതൽ വിശകലനം ചെയ്ത് അതിലെ പഴുതുകൾ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.